Hello students, welcome to the fifth session of our first module. Today we will be doing a problem based on a curved vein or curved plate which is having a velocity, a moving curved plate, and the water jet is striking tangentially at one of its tips. Okay. അതായത് നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾസ് എല്ലാം പഠിച്ചല്ലോ കഴിഞ്ഞ ക്ലാസ്സിൽ. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു പ്രോബ്ലം. ഈ വെലോസിറ്റി ട്രയാങ്കിൾസ് എവിടെയാണ് വരുന്നത്? അത് മൂവിങ് കർവ് ബ്ലേഡ്സിൽ വാട്ടർ സെൻറ്ററിലല്ല, പക്ഷേ ടിപ്പിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് ഇത് വരിക. ഓക്കെ, അപ്പോൾ ഇത് ക്വസ്റ്റ്യൻ എ ജെറ്റ് ഓഫ് വാട്ടർ ഹാവിങ് എ വെലോസിറ്റി ഓഫ് 20 മീറ്റർ പെർ സെക്കൻഡ്, അതായത് എന്ത് വെലോസിറ്റി V1 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. Strikes a curved vein which is moving with a velocity of 10 meter per second അല്ലെങ്കിൽ U1 എടുത്തു 10 meter per second. The jet makes an angle of 20 degree with the direction of motion of vein at inlet and leaves at an angle of 130 degree to the direction of motion of vein at outlet. അതായത് ആംഗിൾ മെയ്ഡ് ബൈ ജെറ്റ് അറ്റ് ഇൻലെറ്റ് എന്ന് വെച്ചാൽ ആൽഫ എത്രയാണ്? ആൽഫ 20 ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ട്, ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് ഇൻലെറ്റ്, ആൻഡ് ലീവ്സ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 130 ഡിഗ്രി ടു ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് വെയിൻ അറ്റ് ഔട്ട്ലെറ്റ്. അതായത് 130 ഡിഗ്രി ഞാൻ വരച്ച് കാണിച്ചുതരാം. അത് എന്താണ് ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ എന്താണെന്നുള്ളത് വരച്ച് കാണിച്ചു തരാം. അതായത് ആംഗിൾ ഓഫ് 130 ഡിഗ്രിയിലാണ്, അതായത് ഏതുമായിട്ട് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് വെയിൻ അറ്റ് ഔട്ട്ലെറ്റ്. അപ്പോൾ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് വെയിൻ അറ്റ് ഔട്ട്ലെറ്റുമായിട്ട് ഒരു 130 ഡിഗ്രി ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആരുണ്ടാക്കുന്നത്? ഔട്ട്ലെറ്റ് ജെറ്റ് അല്ലേ, അതായത് ജെറ്റ് ഔട്ട്ലെറ്റുള്ള ജെറ്റ്. നോക്കാം, നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിഗർ വെച്ച് നോക്കാം. സപ്പോസ് ഇതാണ് നമ്മുടെ കർവ്ഡ് ബ്ലേഡ്. ഇപ്പം ഇവിടെ V1 എന്നുള്ളൊരു വെലോസിറ്റിയിൽ ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ VR1 ഇതായിരിക്കും. അപ്പോൾ ഇതായിരിക്കും VR1. ഇതെന്തായിരിക്കും? VF1 ആയിരിക്കും. ഇത് U1. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയിരിക്കും VW1 അല്ലേ. ഈ ആംഗിൾ എന്തായിരിക്കും? ആൽഫ. ഈ ആംഗിൾ തീറ്റ. ഓക്കെ, അപ്പോൾ ആൽഫയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം, 20 ഡിഗ്രി. V1ൻ്റെ വാല്യൂ അറിയാം, U1ൻ്റെ വാല്യൂ അറിയാം അല്ലേ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതെന്ന് വെച്ചാൽ ടാൻജൻഷ്യലി. അപ്പോൾ ഇതിൻ്റെ ഡയറക്ഷനൊക്കെ ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ഇത് ഔട്ട്ലെറ്റിൽ VR2 ടാൻജൻഷ്യലി എക്സിറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പെർപെൻഡിക്കുലർ. അപ്പോൾ ഇതെന്തായിരിക്കും? VF2 ആയിരിക്കും. ഇതായിരിക്കും V2 അല്ലേ. ഇതാണ് V2. ബാക്കിയുള്ള എന്താണ്? ഇതായിരിക്കും U2. ഇത് VW2. ഉള്ളിലാണ് VW2. VW2. ഓക്കെ, ഇനി നമുക്ക് ആംഗിൾ എന്ന് വെച്ചാൽ ഇതാണ് ഫൈ, ഇതാണ് ബീറ്റ. നമുക്കറിയാം, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് വെയിൻ അറ്റ് ഔട്ട്ലെറ്റ്, അതായത് വെയിൻ അറ്റ് ഔട്ട്ലെറ്റിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഇതാണ്.
ഔട്ട്ലെറ്റുള്ള വെയിനിൻ്റെ ഡയറക്ഷൻ ഓഫ് മോഷൻ ഇതായിരിക്കും U2 ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലേ. U2 ആയിട്ട് എന്ത് ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്? V2 130 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ആംഗിളാണ് എത്ര? 130 ഡിഗ്രി. അതായത് V2 ഈ പർട്ടിക്കുലർ V2 ഡയറക്ഷൻ ഓഫ് മോഷൻ അറ്റ് ഔട്ട്ലെറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് വെയിൻ അറ്റ് ഔട്ട്ലെറ്റുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് 130 ഡിഗ്രി. അപ്പോൾ ബീറ്റ എന്തായിരിക്കും? ബീറ്റ എങ്ങനെ കാണാം? ബീറ്റ എന്ന് വെച്ചാൽ 180 ഡിഗ്രി മൈനസ് 130 ഡിഗ്രി ആയിരിക്കും. അതായത് 50 ഡിഗ്രി ആയിരിക്കും അല്ലേ. കാരണം എന്താണ്? ഇതിനാണ് ബീറ്റയുടെയും ബീറ്റ പ്ലസ് 130 ഡിഗ്രി ഈക്വൽ ടു 180 ആയിരിക്കണം. അത് കോംപ്ലിമെൻ്ററി റൂൾ. ആ ഒരു രണ്ട് പാരലൽ ലൈൻസ് അല്ലേ. ഈ പാരലൽ ലൈൻസിൻ്റെ ഇടയിൽ ഈ രണ്ട് ആംഗിളും ആഡ് ചെയ്ത 180 ഡിഗ്രിയാണ്. മാത്സിൽ പഠിച്ചാണ്. അപ്പോൾ ബീറ്റ അങ്ങ് കിട്ടി. ബീറ്റ 50 ഡിഗ്രി കിട്ടി. ഓക്കെ, ബീറ്റ 50 ഡിഗ്രി കിട്ടി. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് U1 ഈസ് ഈക്വൽ ടു U2 തന്നെ ആയിരിക്കും. കാരണം അങ്ങനെയാണ് നമ്മൾ ഡെറിവേഷനിലെടുത്തത്. U1 ഈസ് ഈക്വൽ ടു U2. പിന്നെ എനർജി ലോസ് ഒന്നും ഇല്ലെങ്കിൽ VR1 ഈസ് ഈക്വൽ ടു VR2 എന്നും എടുക്കാം. ഓക്കെ, അതിന് വെയിൻ ആംഗിൾ നമുക്ക് എന്താണ് കാണേണ്ടത്? ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിച്ച് നോക്ക്. വെയിൻ ആംഗിൾ സോ ദാറ്റ് ദ വാട്ടർ എൻറ്റേഴ്സ് ആൻഡ് ലീവ്സ് ദ വെയിൻ വിത്തൗട്ട് ഷോക്ക്. അതായത് വിത്തൗട്ട് ഷോക്ക് ആയതുകൊണ്ടാണ് നമ്മൾ VR1 ഈസ് ഈക്വൽ ടു VR2 എടുത്തത്. വെയിൻ ആംഗിൾസ് വെച്ചാൽ ഫൈ, തീറ്റ ആൻഡ് തീറ്റ അൺനോൺ, ഫൈ അൺനോൺ, ഇത് രണ്ടും കാണണം. അടുത്ത വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ വെയിറ്റ് ഓഫ് വാട്ടർ സ്ട്രൈക്കിംഗ്, അതും കാണണം. അപ്പോൾ അതൊക്കെ എങ്ങനെ കാണുന്നതാണ് നമുക്ക് നോക്കേണ്ടത്. ഒന്നാമത്തെ വെയിൻ ആംഗിൾ തീറ്റ ആൻഡ് ഫൈ കാണാം. തീറ്റ ആൻഡ് ഫൈ ആണെങ്കിൽ ട്രയാങ്കിൾ, ആദ്യത്തെ ട്രയാങ്കിൾ നമുക്ക് ഈ ട്രയാങ്കിൾ ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് ബി ഇട്ടോ, ഇവിടെ സി ഇട്ടോ, ഇവിടെ ഡി ഇട്ടോ. വേറെ എ ബി സി ഡി നോക്കാം. ട്രയാങ്കിൾ എ ബി ഡി നോക്ക്. ട്രയാങ്കിൾ എ ബി ഡി ഒന്ന് നോക്കി. ട്രയാങ്കിൾ എ ബി ഡിയിൽ വി ഹാവ് ടാൻ തീറ്റ. ടാൻ തീറ്റ ക്യാൻ ബി റിട്ടേൺ ആസ് ബി ഡി ബൈ സി ഡി, റൈറ്റ്? ടാൻ തീറ്റ വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. So BD is nothing but VF1 and CD is nothing but AD minus AC, right? AD minus AC, right? എന്താണ് നമുക്ക് വേണ്ടത്? സി ഡി അല്ലേ. സി ഡി എന്ന് വെച്ചാൽ CD is equal to AD minus AC അല്ലേ, റൈറ്റ്? So AD is nothing but VF1 by AD is nothing but VW1 minus U1, right? Minus U1. Here VF1 can be written as V1 sin alpha അല്ലേ. VF1 എന്ന് വെച്ചാൽ V1ൻ്റെ വെർട്ടിക്കൽ കോമ്പണൻ്റ് ആണ്. അപ്പോൾ അത് 20 ഇൻറ്റു sin 20 ഡിഗ്രി is equal to some 6.84 meter per second, right? Similarly, VW1 is cos component or horizontal component of V1, that is V1 cos alpha, and you will get it as 18.794 meter per second. നിങ്ങൾക്ക് V1 ആബ്സലൂട്ട് വെലോസിറ്റിയും അത് ഉണ്ടാക്കുന്ന ഗേറ്റ് ബ്രേഡ് ആംഗിൾ ആൽഫ അറിയാമെങ്കിൽ VW1ഉം VF1ഉം ഡയറക്റ്റ്ലി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അത് രണ്ടും ഒന്നിൻ്റെ സൈൻ കോമ്പണൻറ്റ് മറ്റേതിൻ്റെ കോസ് കോമ്പണൻ്റ് ആണ് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അത് കിട്ടി. അപ്പോൾ അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടാൻ തീറ്റയുടെ ഇക്വേഷനിൽ ടാൻ തീറ്റ ഈസ് നത്തിങ് ബട്ട് VF1 ബൈ VW1 മൈനസ് U1 അല്ലേ. അപ്പോൾ അത് 6.84 ഡിവൈഡ് ബൈ 794 മൈനസ് U1 എന്തായിരുന്നു 10. ഇതിൻ്റെ വാല്യൂ 37.875 ഡിഗ്രി വരും. ചെക്ക് ചെയ്ത് നോക്കാം. സോറി ഇതിൻ്റെ വാല്യൂ വരിക 0.778 ആണ്. 0.778 ആണ്. അപ്പോൾ തീറ്റ എന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 0.7778 അല്ലേ. അപ്പോൾ
അതെന്തായിരിക്കും? അതിൻ്റെ വാല്യൂ ആണ് 37.875 ഡിഗ്രി എന്ന് വരിക. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് തീറ്റ കിട്ടി, ഇൻലെറ്റിലുള്ള വെയിൻ ആംഗിൾ കിട്ടി. റൈറ്റ്, ഇൻലെറ്റിലുള്ള വെയിൻ ആംഗിൾ കിട്ടി. ഇനി നമുക്ക് വേണമെങ്കിൽ VR1 ഒന്ന് കണ്ടു വെക്കാം. കാരണം അത് ആവശ്യം വരും. കാരണം വെയിറ്റ് വർക്ക് ഡൺ കാണുമ്പോൾ VR1ൻ്റെ ആവശ്യം വരും. VR1 കാണണമെങ്കിൽ നമുക്കറിയാം സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? ഇവിടെ ഫിഗറിൽ സൈൻ തീറ്റ ട്രയാങ്കിൾ BCDയിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് അല്ലേ, VF1/VR1. VF1/VR1 gives VF1 എന്തായി, സോറി VR1 എന്തായി, VF1/sin തീറ്റ എന്ന് എഴുതിക്കൂടെ. അപ്പോൾ അത് 6.84 VF1 ആണ്. സൈൻ തീറ്റ സൈൻ 37.875. അതിൻ്റെ വാല്യൂ വരിക 11.14 മീറ്റർ പെർ സെക്കൻഡ്. 11.14 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അബ്സല്യൂട്ട് വെലോസിറ്റി 20 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ റിലേറ്റീവ് വെലോസിറ്റി അതിനെക്കാട്ടിയും കുറവായിരിക്കണം, 11.14 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ VR1 ഈസ് ഈക്വൽ ടു VR2 ആണ്, അത് 11.14 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഫൈ കാണാം അടുത്ത്. അത് സെക്കൻഡ് ഔട്ട്ലെറ്റുള്ള വെലോസിറ്റി ട്രയാങ്കിൾ നോക്കാം. അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്തു. അത് മാർക്ക് ചെയ്യുമ്പോൾ നോക്കുക, ഈ പോയിന്റ് E എടുത്തോ, ഇത് E, ഇത് F എടുത്തോ, ഇത് G എടുത്തോ, ഇത് H എടുത്തോ. ഓക്കെ, EFGH, റൈറ്റ്, EFGH. അപ്പോൾ നിങ്ങൾക്ക് ട്രയാങ്കിൾ EFG നോക്കി, EFG ആദ്യത്തെ ട്രയാങ്കിൾ, അതിൽ VR2 ഓൾറെഡി കണ്ടുപിടിച്ച് കഴിഞ്ഞു. റൈറ്റ്, VR2 കണ്ടുപിടിച്ച് കഴിഞ്ഞു. U2 നിങ്ങൾക്കറിയാം അല്ലേ, U2 നിങ്ങൾക്കറിയാം. പിന്നെന്താണ് വേണ്ടത്? ഓക്കെ, ഞാൻ നിങ്ങളെ സൗകര്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് വലുതായിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നോക്കുക, ഇതിൽ നമുക്ക് ഫൈ ആണ് കാണേണ്ടത്. നമുക്കറിയാം ട്രയാങ്കിൾ EFG എടുത്ത് നോക്കുക. EFG എടുത്താൽ അത് നിങ്ങൾക്ക് സൈൻ റൂൾ അറിയാമല്ലോ. സൈൻ റൂൾ, അക്കോർഡിംഗ് ടു സൈൻ റൂൾ ഈ ആംഗിൾ എന്തായിരിക്കും? സൈൻ ഈ പർട്ടിക്കുലർ ആംഗിൾ, ഇത് കംപ്ലീറ്റ് ബീറ്റ ആയിരിക്കുമല്ലോ, ഇത് ബീറ്റ ആയിരിക്കുമല്ലോ, കാരണം ഇത് ബീറ്റ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പർട്ടിക്കുലർ ആംഗിൾ 180 മൈനസ് ബീറ്റ അല്ലേ, റൈറ്റ്. ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ എന്തായിരിക്കും? 180 മൈനസ് ബീറ്റ ആയിരിക്കും, 180 മൈനസ് ബീറ്റ. അപ്പോൾ സൈൻ റൂൾ പ്രകാരം VR2 ബൈ സൈൻ 180 മൈനസ് ബീറ്റ ഈസ് ഈക്വൽ ടു, സോറി ഇത് എന്താണ്, സോറി ഇതെന്തായിരിക്കും? ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഇതാണ് 180 മൈനസ് ബീറ്റ വരിക, റൈറ്റ്. ഈ ആംഗിൾ 180 മൈനസ് ബീറ്റ, കാരണം ഇത് രണ്ട് ആഡ് ചെയ്താൽ 180 കിട്ടണം. ഇത് 180 മൈനസ് ബീറ്റ, ഇത് 5 ആണെങ്കിൽ ടോട്ടൽ ആംഗിൾ 360, ടോട്ടൽ ആംഗിൾ ഇൻ ട്രയാംഗിൾ എന്താണ്? 180 കിട്ടണ്ടേ? അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ ബീറ്റ മൈനസ് 5 ആയിരിക്കും, ബീറ്റ മൈനസ് 5. ഓക്കെ, 180 മൈനസ് ബീറ്റ ആയിരിക്കും. ആംഗിൾ GFE 180 മൈനസ് ബീറ്റ, ആംഗിൾ GEF ബീറ്റ മൈനസ് 5, റൈറ്റ്. അതൊക്കെയാണ്. എന്നെ നോക്കുക, പിന്നെ സൈൻ റൂൾ പ്രകാരം അതായത് ഇപ്പോൾ VR2 ഡിവൈഡ് ബൈ സൈൻ ഓഫ് ഓപ്പോസിറ്റ് ആംഗിൾ 180 മൈനസ് ബീറ്റ എന്തായിരിക്കും? U2 ബൈ സൈൻ ഓഫ് ബീറ്റ മൈനസ് 5, റൈറ്റ്. അപ്പോൾ അങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ VR2 ഈസ് ഓൾറെഡി നോൺ 11.14 ബൈ സൈൻ 180 മൈനസ് ബീറ്റ എന്താണ്? സൈൻ ബീറ്റ തന്നെയാണ് അല്ലേ.
സൈൻ ബീറ്റ തന്നെയാണ്. ഈസ് ഈക്വൽ ടു 10 ബൈ സൈൻ ബീറ്റ മൈനസ് ഫൈവ്. അപ്പോൾ അതിൽ 11.14 ബൈ സൈൻ 50 ആണ്. ബീറ്റ 50 ആണ്. 10 ബൈ സൈൻ 50 മൈനസ് 5 അൺനോൺ. ഇനി ഇത് ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ സൈൻ 50 മൈനസ് 5 എന്ന് വെച്ചാൽ 10 ഇൻറ്റു സൈൻ 50 ഡിവൈഡ് ബൈ 11.14 എന്ന് കിട്ടും. That will be around 0.6876. Okay. So 50 minus 5 is equal to sine inverse of 0.6876. അതിൽ നിന്ന് 5 ഈക്വൽ ടു കിട്ടുക 50 ഡിഗ്രി മൈനസ് 43.44 ഈക്വൽ ടു സം 6.56 ഡിഗ്രി കിട്ടും. ഓക്കെ, 6.56 ഡിഗ്രിയാണ് ഔട്ട്ലെറ്റ് വെയിൻ ആംഗിൾ. ഓക്കെ, അപ്പം അങ്ങനെ 5 കിട്ടി. നമുക്ക് വേണ്ടത് സെക്കൻഡ് കാണേണ്ട വർക്ക് ഡൺ ആണ്. വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ വർക്ക് ഡൺ പെർ സെക്കൻഡ് പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ വാട്ടർ സ്ട്രൈക്കിംഗ് per second. അത് കാണണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. VW1 പ്ലസ് VW2 ബൈ ജി ഇൻറ്റു യു, ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ VW1ൻ്റെ വാല്യൂ 18.794 ആണ്. പിന്നെ VW2 അറിയില്ല, ബൈ ജി ഇൻറ്റു യു. VW2 നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇതാണ് VW2, റൈറ്റ്. VW2 എന്ന് വെച്ചാൽ V2യുടെ അല്ലെങ്കിൽ ഓക്കെ നമുക്ക് VR2 cos phi എന്ന് വെച്ചാൽ എന്താണ്? GH ആണ് അല്ലേ. GH മൈനസ് U2 ചെയ്താൽ പോരെ മതി. അപ്പോൾ അത് VW2 എന്ന് പറയുന്നത് VR2 cos phi മൈനസ് U2 അതായത് 11.14 cos 6.56 minus 10. That will be around 1.067 meter per second. അങ്ങനെയാണെങ്കിൽ ആ VW2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, റൈറ്റ്. 18.794 plus 1.067 divided by 9.81 into 10 is equal to 20.24 ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ ആണ് നമുക്ക് വേണ്ട വർക്ക് ഡൺ. ഓക്കെ, നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കിക്കോളൂ. എ ജെറ്റ് ഓഫ് വാട്ടർ ഹാവിങ് വെലോസിറ്റി 15 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ജെറ്റ് ഓഫ് വാട്ടറിൻ്റെ വെലോസിറ്റി V1 15 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ തന്നെ മാർക്ക് ചെയ്യാം. സ്ട്രൈക്സ് എ കർവ് ലൈൻ വിച്ച് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ട്രൈക്സ് എന്ന് പറയുന്നത് ടാൻജൻഷ്യലി ആണോ സെൻറ്റർ ആണോ എന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷേ നമുക്കറിയാം ടാൻജൻഷ്യലി വെയിൻ ഈസ് സിമെട്രിക്കൽ ജെറ്റ് ഈസ് റിഫ്ലക്റ്റഡ് ത്രൂ. ഓക്കെ, ടാൻജൻഷ്യലി എന്ന് എടുത്ത് പറയുന്നില്ലെങ്കിൽ, സെൻറ്റർ എന്ന് എടുത്ത് പറയുന്നില്ലെങ്കിൽ, ടാൻജൻഷ്യലി എന്ന് എടുത്ത് പറയുന്നില്ലെങ്കിൽ ആ ടാൻജൻഷ്യലി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഈ ആംഗിൾസ് ഒക്കെ തരുന്നത് കൂടുതലും ഇതിലായിരിക്കും, ഈ ടാൻജൻഷ്യലി അപ്രോച്ച് ചെയ്യുന്ന കേസിലായിരിക്കും. ഓക്കെ, ഇപ്പോൾ V1 അറിയാം, U1 5 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട്, വിച്ച് ഈസ് മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 5 മീറ്റർ പെർ സെക്കൻഡ്, റൈറ്റ്. ദ വെയിൻ ഈസ് സിമെട്രിക്കൽ. വെയിൻ സിമെട്രിക്കൽ എന്ന് വെച്ചാൽ വെയിൻ ആംഗിൾ സെയിം ആണെന്ന് അതിൻ്റെ അർത്ഥം. തീറ്റ ഈസ് ഈക്വൽ ടു 5. അതാണ് വെയിൻ സിമെട്രിക്കൽ.
സിമ്മെട്രിക്കൽ വെയിൻസ് ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 5 എടുക്കണം. ആൻഡ് ഈസ് സോ ഷേപ്പ് ദാറ്റ് ദ ജെറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ത്രൂ 120 ഡിഗ്രി. ഇതെങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ. ജെറ്റ് ഈസ് ഡിഫ്ലക്റ്റഡ് ബൈ 120 ഡിഗ്രി. ഇതാണ് നമ്മളെ ഈ പ്രോബ്ലത്തിൻ്റെ ക്രക്സ്. ബാക്കി ഈ സംഗതി കിട്ടിയാൽ നമുക്ക് ബാക്കി സാധാരണ വെലോസിറ്റി ട്രയാങ്കിൾ ചേർക്കാം, സാധാരണ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്താൽ. ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ദ ജെറ്റ് അറ്റ് ദ ഇൻലെറ്റ് ഓഫ് ദ വെയിൻ സോ ദാറ്റ് ദർ ഇസ് നോ ഷോക്ക്. വാട്ട് ഈസ് ദ അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ദ ജെറ്റ് അറ്റ് ഔട്ട്ലെറ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ആൻഡ് ദ വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ്. അപ്പോൾ എന്തൊക്കെയാണ് കണ്ടത്? ഫൈൻഡ് ദ ആംഗിൾ ഓഫ് ദ ജെറ്റ് അറ്റ് ഇൻലെറ്റ്. ആംഗിൾ ഓഫ് ദ ജെറ്റ് അറ്റ് ഇൻലെറ്റ് എന്ന് വെച്ചാൽ ആൽഫ കാണണം. അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ജെറ്റ് അറ്റ് ഔട്ട്ലെറ്റ് എന്ന് വെച്ചാൽ V2 കാണണം. ഓക്കെ, വേറെ എന്തൊക്കെയാണ് കണ്ടത്? V2 കാണണം. ആംഗിൾ മെയ്ഡ് ബൈ എന്താണ്, വേറെ എന്താ കണ്ടത്? അതിൻ്റെ ആംഗിൾ ഓഫ് ദ ജെറ്റ്, വാട്ട് ഈസ് അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് ദ ജെറ്റ് അറ്റ് ഔട്ട്ലെറ്റ് ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ഓക്കെ, ബീറ്റ കാണേണ്ടി വരും അല്ലേ, ബീറ്റയും കാണേണ്ടി വരും. വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ, ഡബ്ല്യു വർക്ക് ഡൺ. ഓക്കെ, ഇത്രയൊക്കെയാണ് കാണേണ്ടത്. നമുക്ക് ആദ്യം എന്ത് വരക്കാം? ഒരു ഫിഗർ വരക്കാം അല്ലേ, വെലോസിറ്റി ട്രയാങ്കിൾ വരക്കണം അല്ലേ. അപ്പോൾ നോക്കാം, ഇതിന് ടാൻജൻഷ്യലായിരിക്കും VR1 VR2. അപ്പോൾ ഇതാണ് VR1, ഇത് VR2. ഓക്കെ, ഇത് V1 ആയിരിക്കും, ഇത് VF1 ആയിരിക്കും, ഇത് U1 ആയിരിക്കും, ഇത് ടോട്ടൽ VW1 ആയിരിക്കും. U1 ഇത്ര മാത്രമാണ്. ഓക്കെ, ഇതിന് ഈ ഒരു ആംഗിളാണ്, ഈ ആംഗിളാണ് ആൽഫ, ഈ ആംഗിളാണ് തീറ്റ. അതേപോലെ സെയിം വേ ഒരു കാര്യം ചെയ്യാം, ഇത് VR2 V ആംഗിൾ ആയിരിക്കും, സോറി അതിന് മുന്നേ ഇത് V2, ഇത് VF2, ഇത് VW2, ഇത് U2. ഈ പർട്ടിക്കുലർ ആംഗിൾ ഫൈ ആയിരിക്കും, ഈ പർട്ടിക്കുലർ ആംഗിൾ ബീറ്റ ആയിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ VR1 ടാൻജൻ്റ് ആണല്ലോ, ഈ VR1 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം, ഈ VR2 ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈൻ ഇങ്ങനെ വരക്കാം. കാരണം ഇത് സിമ്മെട്രിക് ആണല്ലോ. സിമ്മെട്രിക് ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇതും പാരലല്ലേ. ഈ ആംഗിൾ എന്തായിരിക്കും? ഈ രണ്ട് ആംഗിൾ ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഈ രണ്ട് ആംഗിൾ, ഇത് ഫൈ ആയിരിക്കും, ഇത് തീറ്റ ആയിരിക്കും. ആൻഡ് ഫൈ ഈസ് ഈക്വൽ ടു തീറ്റയാണ്. അപ്പോൾ എപ്പോഴും ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ നോക്കുക, ഇതാണ് ഇപ്പോൾ ആംഗിൾ ഇൻലെറ്റ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ, അതായത് റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. ഇൻലെറ്റിലുള്ള റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഇതാണ്, ഈ പർട്ടിക്കുലർ ഡയറക്ഷനാണ്. ഇവിടെ നിന്നാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ നടക്കേണ്ടത്. ഇവിടെ നിന്ന് VR2ലേക്കില്ലേ, ഇതാണ് ഔട്ട്ലെറ്റിലെ റിലേറ്റീവ് വെലോസിറ്റിയുടെ ഡയറക്ഷൻ. അപ്പോൾ ഇവ തമ്മിലുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ. ഓക്കെ, ഇതെപ്പോഴും ഓർത്തിരിക്കുക. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഈ പർട്ടിക്കുലർ ആംഗിളാണ്. അത് എത്രയാണ്? 120 ഡിഗ്രി തന്നിട്ടുണ്ട്. 120 ഡിഗ്രി. ഓക്കെ, 120 ഡിഗ്രി. അപ്പോൾ തീറ്റ പ്ലസ് 5 പ്ലസ് 120 ഡിഗ്രി ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 180 കിട്ടണം അല്ലേ. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു 5 ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു 5 ആണ് അല്ലേ. തീറ്റ ഈസ് ഈക്വൽ ടു 5 ആയതുകൊണ്ട് തീറ്റ പ്ലസ് 5 നമുക്കൊരു 2 തീറ്റ എന്ന് എടുത്തൂടെ. 2 തീറ്റ പ്ലസ് 120 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്താണ്?
180 ഡിഗ്രി. അപ്പോൾ തീറ്റ എന്ത് കിട്ടും? 180 മൈനസ് 120 60, തീറ്റ 30 കിട്ടും, ഫൈയും 30 ഡിഗ്രി കിട്ടും. ഇങ്ങനെയാണ് വെയിൻ ആംഗിൾസ് കാണാം. ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ തന്നു കഴിഞ്ഞാൽ വെയിൻ ആംഗിൾസ് സിമെട്രിക് ആണെങ്കിൽ എളുപ്പം കാണാൻ പറ്റും. തീറ്റ ഈസ് ഈക്വൽ ടു 5. ഓക്കെ, അപ്പോൾ തീറ്റയും ഫൈയുടെയും വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനെന്താണ് കണ്ടത്? ആംഗിൾ മെയ്ഡ് ബൈ V2 അറ്റ് ഔട്ട്ലെറ്റ് വിത്ത് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് വെയിൻ. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു പർട്ടിക്കുലർ ആംഗിൾ V2 ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്. ആ ആംഗിൾ നിങ്ങൾക്ക് ജസ്റ്റ് ഈ ആംഗിൾ ബീറ്റ സ്റ്റാർ എന്നിട്ടോ, ബീറ്റ സ്റ്റാർ. അതായത് V2 എന്നുള്ള ഇതുണ്ടല്ലോ വെലോസിറ്റി, അത് ഇവിടെ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ബി സ്റ്റാർ. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇത് കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷേ ഏറ്റവും താഴെ തട്ടുന്ന തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ബേസിക്സ് നമ്മൾ ആ തുടക്കം മുതൽ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, ഞാനെന്താണ് കാണേണ്ടത്? എന്തൊക്കെ കാണണം നമുക്ക്? സപ്പോസ് നമുക്ക് ഈ പ്രോബ്ലത്തിൽ അറിയാം U1 ഈസ് ഈക്വൽ ടു U2 തന്നെ എടുക്കാൻ പറ്റും. കാരണം U ഈക്വൽ ടു 5 മീറ്റർ പെർ സെക്കൻഡ്. VR1 ഈസ് ഈക്വൽ ടു VR2 എടുക്കാം അല്ലേ? എടുക്കാം, കാരണം വെയിൻ സ്മൂത്ത് വെയിൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ബെറ്റർ നമുക്ക് ഏതാ കാണേണ്ടത്? ആൽഫ അല്ലേ കാണേണ്ടത്? ആൽഫ കാണുന്നത് സപ്പോസ് ആൽഫ ഈക്വൽ ടു ആൽഫ ആണെങ്കിൽ ടേക്ക് ദിസ് പർട്ടിക്കുലർ ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ? എ, അതിനൊന്ന് മാർക്ക് ചെയ്തോളൂ. ഇത് ABCD, ഇത് EFGH. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ ACB ഒന്ന് എടുത്ത് ACB എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് സൈൻ റൂൾ അപ്ലൈ ചെയ്യാമല്ലോ. ട്രയാങ്കിൾ ACBയിൽ സൈൻ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് ആൽഫ 30, ഇത് തീറ്റ കിട്ടി. തീറ്റ എത്രയായിരുന്നു? തീറ്റ 30 ഡിഗ്രി എന്ന് പറഞ്ഞു. ഈ പർട്ടിക്കുലർ ആംഗിൾ എന്തായിരിക്കും? ഈ പർട്ടിക്കുലർ ആംഗിൾ 30 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് ഈ പർട്ടിക്കുലർ ആംഗിൾ എന്തായിരിക്കും? 30 മൈനസ് ആൽഫ ആയിരിക്കുമല്ലോ. 30 മൈനസ് ആൽഫ വരൂലേ? ബെറ്റർ ഞാനത് ഇവിടെ പ്രത്യേകിച്ച് എടുത്തു വരക്കാം, നോക്കിക്കോളൂ. ഇത് A, ഇത് B, ഇത് C, ഇത് D, ഇത് ആൽഫ, ഇത് തീറ്റ. ഓക്കെ, ഇതാണ് V1, ഇതാണ് VR1, ഇത് VF1, ഇത് കംപ്ലീറ്റ് ആണ് VW1, ഇത് മാത്രമാണ് U1. ഇതിൽ നമുക്ക് ഈ പർട്ടിക്കുലർ ഈ തീറ്റ നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? തീറ്റ കിട്ടിക്കഴിഞ്ഞു. ഈ ആംഗിൾ എന്തായിരിക്കും? ആൽഫ അല്ലേ? ഈ ഫുൾ ആംഗിൾ എന്തായിരിക്കും? 30, കാരണം ഇത് ഈക്വൽ ടു 30 ആണ്. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 30 മൈനസ് ആൽഫ അല്ലേ? 30 മൈനസ് ആൽഫ, അത്ര ഞാൻ പറഞ്ഞുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ 30 മൈനസ് ആൽഫ. അപ്പോൾ ഈ ജോമെട്രി ഒന്ന് അധികം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ ജോമെട്രിയൊക്കെ നിങ്ങൾ തറവായിരിക്കണം. ഓക്കെ, കാരണം നമ്മളിവിടെ ജോമെട്രി അല്ല പഠിക്കുന്നത്, നമ്മളിവിടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ് പഠിക്കുന്നത്. അപ്പോൾ ജോമെട്രി നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കണം. റെഡി? അപ്പോൾ ഈ ആംഗിൾ 30 മൈനസ് ആൽഫ കിട്ടി. ഇനി ഞാൻ ട്രയാങ്കിൾ ACBയിൽ സൈൻ റൂൾ അപ്ലൈ ചെയ്താൽ AB ബൈ
എ ബി ബൈ സൈൻ 180 മൈനസ് തീറ്റ. ഇപ്പോൾ 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് ഏതാണ്? ഇത്. അപ്പോൾ എ ബി ബൈ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്? 180 മൈനസ് തീറ്റ, അല്ലെങ്കിൽ 180 മൈനസ് 30 150. അതേപോലെ എ സി ബൈ സൈൻ 30 മൈനസ് ആൽഫ എഴുതാമല്ലോ. അപ്പോൾ എ ബി നമുക്കറിയാം 15 ആണ്. എ ബി എന്ന് വെച്ചാൽ എന്താണ്? V1 50 ആണ്. സൈൻ 150 അല്ലെങ്കിൽ സൈൻ 30 എന്ന് എഴുതാം. കാരണം 180 മൈനസ് തീറ്റ, സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റ തന്നെയാണ്. സൈൻ തീറ്റ തന്നെയാണ്. എ സി എന്തായി? എ സി U1 ആണ്. U1 സൈൻ 30 മൈനസ് ആൽഫ. അപ്പോൾ തീറ്റ എന്താണ്? 30 ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ U1 ഈസ് ഈക്വൽ ടു, U1 നിങ്ങൾക്ക് അറിയാം. U1 തന്നിട്ടുണ്ട് അല്ലേ? U1 ഈസ് ഓൾസോ ഗിവൺ. U1 വാല്യൂ ഈസ് ഹൗ മച്ച്? 5. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ നിങ്ങൾക്ക് 20 ഡിഗ്രി കിട്ടും. 20.4 ഡിഗ്രി കിട്ടും. അത് സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ, ആൽഫ നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ആൽഫ ഈ സോൾവ്. ഇത് നിങ്ങൾക്ക് ട്രയാങ്കിൾ എ സി ബി വീണ്ടും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VR1 കാണണം. അപ്പോൾ V1 എ ബി ബൈ സൈൻ തീറ്റ എഗെയിൻ, അതായത് ഇവിടെ എഴുതിയ പോലെ തന്നെ സൈൻ 180 മൈനസ് തീറ്റ സൈൻ തീറ്റയാണ്. ഇതിന് അതെന്തായിരിക്കും? VR1 ബൈ സൈൻ ആൽഫ എഴുതിക്കൂടെ? സൈൻ ആൽഫ എഴുതിക്കൂടെ? അപ്പോൾ എ ബി എന്തായിരുന്നു? ഗിവ്സ് V1 ബൈ സൈൻ 30. സൈൻ 30 എന്താണ്? ഈസ് ഈക്വൽ ടു VR1 ബൈ സൈൻ ആൽഫ 20.4 അങ്ങനെ. V1 എന്താ? V1ൻ്റെ വാല്യൂ എത്രയായി? V1ൻ്റെ വാല്യൂ ഈസ് 15, റൈറ്റ്? 15. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ VR1ൻ്റെ വാല്യൂ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 10.46. അത് തന്നെയാണ് VR2, 10.46 എന്ന് കിട്ടും. 10.46. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് വെലോസിറ്റി ഔട്ട്ലെറ്റ് വെലോസിറ്റി നോക്കാം. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. അത് ഞാനൊന്ന് എടുത്തു വരക്കാം. ബെറ്റർ അത് ഞാൻ എടുത്തു വരക്കുന്നതായിരിക്കുന്നില്ല. ഓക്കെ, ഈസി ആയിട്ട് മനസ്സിലാവും. ഇത് VR2, ഇത് V2, ഇത് VF2, ഇതാണ് VW2, ഇതാണ് U2. EFGH, റൈറ്റ്? കംപ്ലീറ്റ് ആയില്ലേ? അപ്പോൾ ഈ ആംഗിൾ ഫൈ, ഈ ആംഗിൾ ബീറ്റ, ഈ പർട്ടിക്കുലർ ആംഗിൾ B സ്റ്റാർ ആയിട്ട് എടുത്തു. B സ്റ്റാർ, റൈറ്റ്? B സ്റ്റാർ. ഇതിന് ട്രയാങ്കിൾ HEG ഒന്ന് നോക്കി. ട്രയാങ്കിൾ HEG, ഈ കംപ്ലീറ്റ് ട്രയാങ്കിൾ നോക്കാം. HEG യൂസ് ചെയ്തിട്ട് നമുക്ക് അവിടെ VR2 കോസ് വൈ എന്തായിരിക്കും? VR2 കോസ് വൈ എന്ന് പറയുന്നത് U2 പ്ലസ് VW2 അല്ലേ? U2, അതായത് VR2 കോസ്, അതായത് ഈ VR2യുടെ കംപ്ലീറ്റ് കോസ് കോമ്പണൻറ്റ് വെച്ചാൽ ഇത് മൊത്തമായി. ഇത് മൊത്തം എന്ന് പറയുന്നത് U2 പ്ലസ് VW2 ആണ്. ഇപ്പോൾ VR2യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. എത്രയാ? 10.46. കോസ് 30 ആണ്, 530 ആണ്, അതും കിട്ടിക്കഴിഞ്ഞു. ഈസ് ഈക്വൽ ടു 5 പ്ലസ് VW2. അപ്പോൾ VW2 സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് VW2 will be 4.06 meter per second. 4.06 meter per second. സെയിം VR2 സൈൻ ഫൈ എന്താണ്? VR2 സൈൻ ഫൈ എന്ന് വെച്ചാൽ VF2 ആണ്. VF2. ഓക്കെ, VF2യുടെ വാല്യൂ യു വിൽ ഗെറ്റ് ആസ് 10.46 സൈൻ 30. യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 6.62 5.23 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും.
അപ്പോൾ ഇതിന് വി എഫ് ടുവും വി ആർ ടുവും കിട്ടിയ വി ടു എന്താണ്? വി ടു എന്ന് വെച്ചാൽ വി എഫ് ടു സ്ക്വയർ പ്ലസ് വി ഡബ്ല്യു ടു സ്ക്വയർ ഇങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ സൈൻ റൂൾ വെച്ചിട്ട് എടുക്കാം. നമുക്ക് സൈൻ റൂള് അപ്ലൈ ചെയ്യണമെങ്കിൽ ഓക്കെ. ബീറ്റ നമുക്കറിയില്ല അല്ലേ, ബീറ്റ നമുക്കറിയില്ല. ബീറ്റ അറിയാത്തതുകൊണ്ട് നമുക്ക് അവിടെ സൈൻ റൂൾ അപ്ലൈ ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും, റൈറ്റ്. അപ്പോൾ ബെറ്റർ നമ്മൾ പൈത്തഗോറസ് തിയറം യൂസ് ചെയ്താൽ മതി. പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് വി ടു ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 5.23 സ്ക്വയർ പ്ലസ് 4.06 സ്ക്വയർ ഇട്ട് കഴിഞ്ഞാൽ 6.62 മീറ്റർ പെർ സെക്കൻഡ് എന്ന് അബ്സല്യൂട്ട് വെലോസിറ്റി കിട്ടും. ഇനി നമുക്ക് ടാൻ ബീറ്റ എന്താണെന്ന് അറിയാം. ടാൻ ബീറ്റ ഏത് ഈ ഫിഗറിൽ ടാൻ ബീറ്റ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ്, അതായത് എച്ച് ജി ബൈ എഫ് ജി. അപ്പോൾ എച്ച് ജി എന്താണ്? വി എഫ് ടു ആണ്. എഫ് ജി എന്താണ്? വി ഡബ്ല്യു ടു ആണ്. അത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1.288 എന്നുള്ള വാല്യൂ കിട്ടും. ആൻഡ് ബീറ്റ എന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 1.288 ആൻഡ് ദ വാല്യൂ വിൽ ബി 52.17 ഡിഗ്രി എന്ന് കിട്ടും. 52.17 ഡിഗ്രി. ഇനി നിങ്ങൾക്ക് ഇഫ് യു നീഡ് ബി സ്റ്റാർ, അതായത് ബി സ്റ്റാർ എന്ന് വെച്ചാൽ ഡയറക്ഷൻ മെയ്ഡ് ബൈ വി ടു ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്നത്. ഹൊറിസോണ്ടൽ എന്ന് വെച്ചാൽ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ വെയിൻ, അതായത് വി ടു ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ വെയിനുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് ബി സ്റ്റാർ. അത് 180 മൈനസ് ബീറ്റ ആയിരിക്കും. ഇറ്റ് വിൽ ബി അറൗണ്ട് 127, around 127 point around approximate 127 ഡിഗ്രി. ഓക്കെ. നമുക്ക് ലാസ്റ്റ് കാണേണ്ടത് വർക്ക് ഡൺ പെർ യൂണിറ്റ് വെയിറ്റ്. അത് ഇക്വേഷൻ നമ്മളറിയാം. വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു ബൈ ജി ഇൻറ്റു യു വൺ. അത് സോൾവ് ചെയ്തോളൂ. വി ഡബ്ല്യു വൺ എന്ന് വെച്ചാൽ എന്താ? വി വൺ കോസ് ആൽഫ പ്ലസ് വി ടു കോസ് ആൽഫ അല്ല, അവിടെ കോസ് ബീറ്റയാണ് ഉണ്ട്, ബൈ ജി ഇൻറ്റു 5 അല്ലേ. വി വൺ കോസ് ആൽഫ 15 കോസ് 20.404 പ്ലസ് വി ഡബ്ല്യു ടു നമ്മൾ ഓൾറെഡി 4.06. വി ഡബ്ല്യു ടു ഓൾറെഡി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതാ വി ഡബ്ല്യു ടു ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മതിയാവും. ഇൻറ്റു 5 ഡിവൈഡ് ബൈ 9.81. ഫൈനൽ ആൻസർ 9.225 ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ എന്ന് കിട്ടും. So this is how you calculate work done per unit weight of water striking is the striking.